ഇതേണ്ട നമ്മളിവിടെ കടൽ കയറി എന്ന് പറഞ്ഞിട്ട് വന്നാണ്ടാ. മൂസാ റോഡിൻ്റെ പടിഞ്ഞാറ് ഭാഗമാണ് കാണുന്നത് കേട്ടോ. ഇവിടെയൊക്കെ നന്നായിട്ട് കടൽ കയറിയിട്ടുണ്ട്. ഇവിടെ അതാ മറ്റേ എന്താണ് ബീം ബാഗുകളാണ് എന്തോ ഇതിന് പറയും, അതൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ അതെല്ലാം എന്താ പറയുക തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഇവിടെ കടൽ കയറിയിട്ടുള്ളത്. നല്ല രീതിയിൽ തന്നെ ഇവിടെ കടൽ കയറിയിട്ടുണ്ട്. കണ്ടില്ലേ? ഇത് വേറെ എവിടെയല്ല, നമ്മളത് ആലുക്കാസ് ചിക്കൻ സെൻ്ററാണ് ഈ കാണുന്നത്. ആലുക്കാസ് ചിക്കൻ സെൻ്ററിൻ്റെ നേരെ ബാക്കാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല എന്താ പറയുക കാറ്റും മഴയും ഇപ്പം ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇതാവണേ. കാറ്റ് വരുന്നത് കൊണ്ടാണ് ഈ കടലിങ്ങനെ കൂടുതലായിട്ട് കയറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഇതുണ്ട്, ഇവിടുത്തെ ഭാഗം കംപ്ലീറ്റ് കടൽ കയറിയിട്ടുണ്ട്. അയ്യോ, ഇവിടെ ഫുള്ള് കടൽ കയറിയുള്ളതാണ്. കടൽ കയറിയിട്ട് കംപ്ലീറ്റ് ഇവരിത് ഇവിടെ ഇതുണ്ടില്ലേ ഫുള്ള് വെള്ളം പൊട്ടിച്ച് വിടണേ കാണാം. അങ്ങോട്ട് ഇറങ്ങിയ വെള്ളത്തിനെ തിരിച്ച് വിടണമല്ലോ. റോട്ടിൽ കംപ്ലീറ്റ് മണ്ണ് കയറി കിടക്കണം, മണ്ണും വെള്ളം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാണ്ട ഇവരിവിടെ അത് മാറ്റിക്കൊണ്ടിരിക്കണേ കാണും. നമ്മളെ അലിക്കയുണ്ട്, മറ്റുള്ള പേരറിയില്ല. കണ്ടാ റോഡ് തന്നെ ബ്ലോക്കായി പോയി, മണ്ണ് കയറിയിട്ട്. ഇവിടെ ഫുള്ള് മണ്ണ് അടിച്ച് കയറ്റിക്കണം. അവിടുന്ന് ഇങ്ങോട്ടുള്ള കടൽ കയറിയിട്ട് ഇതാ ഇവിടെ ഫുള്ള് ബ്ലോക്കായി. ഇവിടെ ഫുള്ള് വെള്ളം നിൽക്കുന്നു. കണ്ടാ വരണ വരവുണ്ടോ കടല്? കണ്ടോ കടൽ വെള്ളം കയറിയിട്ട് കെട്ടി നിൽക്കണേ കാണണം കേട്ടോ. ഇവരെന്നിട്ട് ഇത് ഇവിടെ തെങ്ങ് കൊണ്ടിട്ടിട്ട് മണ്ണൊക്കെ വെച്ച് വലിച്ച് തൽക്കാലം തടഞ്ഞിക്കണം. അല്ല ഇതിൽ ഗതാഗത സൗകര്യം ഉണ്ടാവില്ല, ഇതിലെ പോകാൻ പറ്റില്ല. നമ്മൾ അറിഞ്ഞത് തന്നെ വേറൊരാൾ വന്ന് പറഞ്ഞതാണ്, ഇതിലെ വണ്ടികളൊന്നും പോകണില്ല, അതുകൊണ്ട് ഇപ്പുറത്തെ ലേഡീസ് റോട്ടിൽ കൂടിയാണ് വന്നതെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് തന്നെ. നല്ല മഴ ഉണ്ടാ കയറിക്കാൻ പോകും. ഈ കാറ്റും മഴയും കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ പവർ കൂടും കേട്ടോ. ഇവിടെ കടലിൽ കയറി കഴിഞ്ഞാൽ മെനക്കെടുന്ന കുറച്ച് ആൾക്കാരുണ്ടത്, അഹോരാത്രം പണിയെടുക്കുന്ന ആൾക്കാർ. നമ്മളെ കടലിങ്ങനെ എല്ലാ തവണയും കയറുന്നുണ്ടെന്നാണ് ഇങ്ങനെ അറിഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് അതിനെക്കുറിച്ച് ഇവിടെയുള്ള ആളുകളോടൊന്ന് ചോദിക്കട്ടോ. ഇവിടെ പ്രായമുള്ള ആളുകളുണ്ട്, അവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. അപ്പം എങ്ങനെയാണ് അവരതിനെ എന്താ പറയുക, അതിനോട് എങ്ങനെയാണ് അവർ അഭിമുഖീകരിക്കണം എന്നുള്ളത് നമുക്കൊന്ന് ചോദിക്കാൻ പറ്റാം. ഇതാണ്ടില്ലേ ഇവിടെ നമ്മൾ ആലുക്കാസിൻ്റെ ബാക്കാണ് ഈ കാണുന്നത്. ഇവിടെയൊക്കെ കംപ്ലീറ്റ് വെള്ളം കയറിക്കുന്നത്. നമുക്ക് ആലുക്കാടനെ ചോദിക്കാം. ആലുക്ക, ഇവിടെ എല്ലാ കൊല്ലവും അതുപോലെ തന്നെ കടൽ കയറാറില്ല? ഇത് കുറച്ച് ഭാഗം കല്ലിട്ടു, ഒരു 100 മീറ്ററാണ് കല്ലിട്ട്. അതിന്റെ ഇപ്പുറം നല്ല ശക്തിയായ കടൽക്ഷോഭമാണ്. ഈ കല്ല് നിരത്തി ഈ കല്ലിനെ ഒന്ന് ഇങ്ങോട്ടേക്ക് വലിച്ചിട്ടാണെങ്കിൽ ഒരു വിധം നമുക്ക് പറ്റും. മറ്റേ ഈ കല്ലെല്ലാം പരന്ന് കിടക്കുകയാണ്. അത് ഇവര് ചെയ്യില്ല. ഇവര് ചെയ്യുന്നത് വെച്ചാൽ ഇനിയിപ്പോ ഇലക്ഷനാണ് വരുന്നത്. ഈ ഇലക്ഷന്റെ ഇതിൽ ഇപ്പൊ എല്ലാവരും വന്നുകഴിഞ്ഞിട്ട് ഞങ്ങൾ ചെയ്യാന്ന് പറയും. ഈ ചെയ്യല് മാത്രമേ ഉള്ളൂ. വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവരെ ഭാഗത്ത് പോവുകയും ചെയ്തു. പിന്നെ ഈ വഴിക്ക് അവരെ കാണില്ല. ഇതാണ് ഇവിടുത്തെ സംഭവങ്ങൾ. അപ്പൊ ഈ വോട്ട് ചെയ്യാണ്ടിരുന്നാലോ എല്ലാവരും ഒന്ന് സംഘടിച്ച് നിന്നാൽ മതി. വോട്ടും ചെയ്യാതെ കണ്ട് ഒന്ന് സംഘടിച്ച് നിന്നാലേ എല്ലാം ചെയ്യാൻ പറ്റും. ഇവർക്ക് ഈ ഗവൺമെന്റിന് എല്ലാം ചെയ്യാൻ പറ്റുമോ? എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇതൊന്നും ചെയ്യൂല. ഇവിടെ ഈ വെള്ളം കംപ്ലീറ്റ് പോകുന്നത്, ഈ കടൽക്ഷോഭത്തിലെ വെള്ളം കംപ്ലീറ്റ് പോകുന്നത് കാണയിലേക്കാണ്. ഈ കാണയില് വെള്ളം പോകുന്നത് കടലിലേക്ക് പോകില്ല, പുഴയിലേക്ക് പോകണേ. ആ കാണാൻ ഒരു ഭാഗം കെട്ടിയിട്ടും ഒരു ഭാഗം കെട്ടാതെ കെട്ടിയിട്ടില്ല. എൻ്റെ ബാക്കിലെ സ്ഥലമുണ്ട്. ആ ബാക്കിലെ സ്ഥലം കാണാൻ ഇന്ന് വരെ റിപ്പയർ ചെയ്തിട്ടില്ല. ഇവിടുത്തെ മെമ്പറോ മറ്റോ ആരും ചെയ്തിട്ടില്ല. ഇത് മറ്റുള്ളിടത്തെല്ലാം ഇതിൻ്റെ 3 പ്രാവശ്യം പുതുക്കിയ കാണാൻ രണ്ടാമത് വീണ്ടും പുതുക്കിയിട്ടുണ്ട്. അത് ഇന്ന് വരെ പുതുക്കാതെ കിടക്കണ കാണാം. വെള്ളം എൻ്റെ വീട്ടിലേക്കും ആകെ വന്ന് കിടക്കുകയാണ്. അതിന് പരിഹാരം കാണില്ല. എല്ലാവരും ഒന്ന് വോട്ട് ചെയ്യാതെ ഒന്ന് നിന്നാൽ മതി. ഇവരെല്ലാം ശരിയാവും. എല്ലാത്തിനും ശരിയാക്കാൻ പറ്റും. നമുക്ക് നാട്ടുകാരെ കൊണ്ട് ശരിയാക്കാൻ പറ്റും. ഇതൊരു ഇവിടുത്തെ സ്ഥിതി. ഇത് കണ്ടോ, ഇപ്പൊ ഈ കടലിൽ ഷോപ്പാണ് കാണുന്നത്. വെള്ളമാണ് ഈ കാണുന്നത്. ബോസ് റോട്ടിൽ ഈ കടയാണ് കാണുന്നത്. ഈ കടയിലേക്ക് ആകെ വെള്ളമാണ്. ഇതിന്റെ കോഴികളെല്ലാം ഒന്നിക്കടിക്കാൻ ഇപ്പോൾ വെള്ളം കയറിയിട്ട്. ഇതാരും ചോദിക്കാന്, ആര് പറയാന് ഒന്നുമില്ല. കണ്ടില്ലേ?
എത്രത്തോളം ഉയരത്തിലാണ് തിരമാല വരുന്നത് എന്നുള്ളത് കണ്ട നോക്കിട്ടാ. ഈ കല്ലുമ്പെന്ന് പൊട്ടുമ്പോ നോക്കും മുകളിലേക്ക് കണ്ട. നല്ല രീതിയിൽ തന്നെ ഇവിടെ കടൽ കയറുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ? ഇവിടെ നമ്മള് അലിക്കുണ്ട്, അലിക്കാട് നമുക്ക് ചോദിക്കാം. അലിക്ക, ഇവിടെ ഒരുപാട് വർഷങ്ങളായി അധികാരികളും തിരിച്ചെടുക്കാതെ ഒരുപാട് കാലങ്ങളായി. ഒരുപാട് ജനങ്ങളുടെ എന്താ പറയുക ആവശ്യമാണ് ഇവിടുത്തെ. ഇപ്പോൾ നമുക്കറിയാം, ഇതിപ്പോൾ കടൽ കയറിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ വർഷവും ഇവിടെയുള്ള ആളുകൾ നാട്ടുകാരൊക്കെ ഒരുമിച്ച് എല്ലാവരും ഒത്തൊരുമിച്ചിട്ടാണ് ഇവിടുത്തെ സഹായങ്ങളൊക്കെ ചെയ്യാറ്. അപ്പോൾ അധികാരികൾ ശരിക്കും നമ്മളെ ഈ പഞ്ചായത്തിന് ഒരു കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ കാര്യങ്ങൾ രക്ഷപ്പെടാൻ കഴിയും. കടൽ ഭിത്തി വളരെ റെസ്റ്റാപ്പോടോട് കൂടിയ കടൽ ഭിത്തിയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ സർക്കാർ എന്തായാലും ഫണ്ട് അനുവദിക്കണം, നമ്മുടെ നാടിനെ രക്ഷിക്കണമെന്ന് പ്രത്യേകം പറയാൻ. തീരദേശ ഹൈവേ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഹൈവേക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലമെടുപ്പ് നടന്ന കല്ലുകളാണ് ആ എടുക്കുന്നത് കടൽ മൂടിയിട്ടല്ലേ. അപ്പോൾ ഇതിനൊരു ശാശ്വതമായ പരിഹാരം. കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടാണ് ഇവിടെയുള്ള ആളുകൾക്ക്. ഉപ്പുവെള്ളമാണ് ഇപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ഭാഗങ്ങളിൽ മാത്രമേ ഉള്ളൂ നല്ല വെള്ളം, അവിടെ ഉപ്പുവെള്ളമായിരിക്കണം. അപ്പോൾ എന്തായാലും അധികാരികളുടെ അടുത്തുനിന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് അറിയിക്കണം. അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ കടപ്പുറത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കേട്ടാ. ഇവിടെ ഉള്ള ഓരോരുത്തരെ എന്താ പറയുക ദീനരോധനങ്ങളും അതുപോലെ ആവശ്യങ്ങളുമാണ് നമ്മളിപ്പോൾ കേട്ട് കേട്ടാ. കാരണം എന്താ വെച്ചാൽ ഇതുപോലെ കണ്ടില്ലേ, ഇത്രയും അടുത്തൊരു കട നടത്തിയിട്ട് അതിലത്തെ ആ കോഴികൾ എല്ലാം അതിൻ്റെ ഉള്ളിൽ എല്ലാം നനഞ്ഞിരിക്കുകയാണ് വെള്ളം കയറിയിട്ട്. കടൽ ശരിക്കും അടിച്ച് കയറിയിട്ടുണ്ട്. ഓരോരുത്തരുടെ വിഷമങ്ങളാണ് അവർ പറയണത്, ഓരോരുത്തരുടെ ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം വേണം തന്നെയാണ് നമ്മളും എന്താ പറയുക നമ്മളും ആഗ്രഹിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ഈ കടപ്പുറം പഞ്ചായത്ത് തന്നെ ഇല്ലാണ്ടാവും. നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്യുക. ഇത് അധികാരികളിലേക്ക് എത്തുന്നത് വരെ ഇത് ഷെയർ ചെയ്യുക. അവരുടെ കണ്ണ് തുറക്കട്ടെ. ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവട്ടെ. അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യട്ടോ. ഓക്കെ, ബൈ ബൈ.